നമസ്കാരം. കേരള സ്കോപ്പിന്റെ ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. കാനഡയുടെ വടക്കൻ അതിർത്തികൾ സുരക്ഷിതമാക്കുവാൻ $35 ബില്യൺ വൻ പദ്ധതി പ്രധാനമന്ത്രി മാർക്ക് കാർണി പ്രഖ്യാപിച്ചു. ആർട്ടിക് മേഖലയിലെ സൈനിക താവളങ്ങൾ രൂപീകരിക്കാനും പുതിയ റോഡുകൾ നിർമ്മിക്കാനുമാണ് ഈ പദ്ധതി. കാനഡയുടെ തൊഴിൽ മേഖലയിൽ ആശങ്കപ്പെടുത്തുന്ന റിപ്പോർട്ടാണ് ഈ ആഴ്ച പുറത്തു വന്നിരിക്കുന്നത്. ഫെബ്രുവരിയിൽ ഏകദേശം 84,000 തൊഴിലവസരങ്ങൾ നഷ്ടമായതോടുകൂടെ രാജ്യത്ത് തൊഴിലില്ലായ്മയുടെ നിരക്ക് 6.7% ഉയർന്നു. ഡിജിറ്റൽ കുറ്റകൃത്യങ്ങൾ തടയാൻ പോലീസിന് കൂടുതൽ അധികാരം നൽകുന്ന ലോഫുൾ ആക്സസ് ആക്ട് ബിൽ C-22 പാർലമെന്റിൽ അവതരിപ്പിച്ചു. ഇന്റർനെറ്റ് ഫോൺ കമ്പനികളിൽ നിന്ന് ഉപഭോക്താക്കളുടെ വിവരങ്ങൾ ശേഖരിക്കുവാൻ പോലീസിനും ഇത് അധികാരം നൽകും. മിസിസാഗ സെയിന്റ് അൽഫോൻസ സീറോ മലബാർ കത്തീഡ്രലിൽ അൽഫോൻസിയൻ സ്പോർട്സ് ക്ലബ് ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചു. വികാരി ഫാദർ അഗസ്റ്റിൻ ആണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. 98ാമത് ഓസ്കർ അവാർഡുകൾ ഇന്ന് പ്രഖ്യാപിക്കും. നന്ദി, നമസ്കാരം.